നമസ്കാരം. ദിനദരികിടതവും ആരംഭിക്കുകയാണ്. പോയ വാരം കിളിപോയ എന്തൊക്കെ മുന്നേറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. പലതും പുറത്തു പറയാൻ കൊള്ളില്ല. പരസ്പരം ശിക്ഷ വിധിച്ച സുപ്രീം ഹൈക്കോടതി ജസ്റ്റിസുമാർ, കോടതിക്ക് മുന്നിൽ മാപ്പ് പറഞ്ഞ നമ്മുടെ ചീഫ് സെക്രട്ടറി, കയ്യേറ്റത്തിനെതിരെ കൊമ്പ് കോർത്തവർ, മാണി വന്നപ്പോൾ കൈകോർത്തതോടെ മൂന്നാർ സമരം നടത്തിയ പാവം പെമ്പിളകൾ മാപ്പും രാജിയും ഒന്നുമില്ലാതെ സമരം അവസാനിപ്പിച്ചു. ഹർത്താലിനെതിരെ പൊരുതി നിന്ന MM ഹസൻ KPCC അധ്യക്ഷനായതോടെ നാട്ടിൽ ഹർത്താലോട് ഹർത്താൽ. RSSകാർ BJP പ്രവർത്തകന്റെ കാല് എറണാകുളത്ത് തല്ലിയൊടിച്ചപ്പോൾ മാത്രം ഒരു ബഹളവും ഉണ്ടായില്ല. അത്രയെങ്കിലും ആശ്വാസം. ഒടുവിൽ വോട്ടിംഗ് യന്ത്രത്തിലെ കൃത്രിമത്വം തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെല്ലുവിളി. ഈ വോട്ടിംഗ് മെഷീനിലൂടെ ജയിച്ചു വന്നവരുടെ വെല്ലുവിളി താങ്ങാൻ പോലും ശേഷിയില്ലാത്ത രാജ്യത്തെ സാധാ ജനങ്ങളെ ഇനിയും പരീക്ഷിക്കരുതേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ദിനദരികിടതവും തുടങ്ങുകയാണ്. കളരി പരമ്പര ദീപങ്ങളെ അമരേന്ദ്ര ബാഹുബലിക്ക് കട്ടപ്പ എന്ന പോലെ ജസ്റ്റിസ് കർണന് സുപ്രീം കോടതി കൂട്ടായിരിക്കണേ. ഭരതമുനി ഒരു കുളം കുഴിച്ചു എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ 6 മാസം മുമ്പ് നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രി ഒരു പാതിരായ്ക്ക് മേരെ ദേശ് വാസിയോം എന്ന് പറഞ്ഞ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. രാജ്യത്തെ നോട്ടൊക്കെ നിരോധിച്ച് ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അച്ചാദിൻ നടപ്പാക്കി. അതിൻ്റെ തുടർച്ചയായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഉപഭോക്താക്കളുടെ അച്ഛന് വിളിക്കുകയാണ്. മഴ കൊള്ളാതിരിക്കാൻ പോലും SBIയുടെ തിണ്ണയിൽ കയറി നിന്നാൽ ഫൈൻ അടിക്കുന്ന ലോക തൊട്ടിത്തരമാണ് ബാങ്ക് ഇപ്പോൾ കാണിക്കുന്നത്. സർവ്വതും ബ്ലേഡ് ആക്കുകയാണ് SBI. ഇക്കണ്ട നോട്ടെല്ലാം കണ്ടിട്ടും ആർത്തി മാറുന്നില്ലല്ലോ മുതലാളി. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടല് നിറയെ കൈകളുള്ള ഭീകര സത്തുമായി സുഭദ്ര. പണ്ടാരക്കാലം തൊട്ട കാശ് പോക്കാണല്ലോ. തൊട്ട അപ്പൊ കാശ് പോകും. നമ്മുടെ കാശ് കൊണ്ട് തന്നെ നമ്മളെ കൊല്ലണ ഒരു പരിപാടിയാണ്. ഭരതമുനിയൊരു കളം വരച്ചു. മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഉള്ള റൂൾ അത് തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കുന്നതാണ്. അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു അടിയായിട്ടാണ് ഇത് കാണുന്നത്. मेरे प्यारे देशवासियों, കാളിദാസർ കരുക്കൾ വെച്ചു. മോസ്റ്റ്ലി ഓൺലൈനാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, പിള്ളേരുടെ ഫീസ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിനും ചാർജ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യണേ? പിന്നെ മനുഷ്യൻ ഇത്ര ആക്രാന്തം പാടില്ല. ഒരു പൊതുമേഖലാ ബാങ്കാണ് എന്നുള്ള ഒരു പ്രാഥമിക കാര്യം പോലും മറന്നുകൊണ്ട് സ്വകാര്യ ബാങ്കുകൾ പോലും മറച്ചു നിൽക്കുന്ന കാര്യങ്ങളാണ് SBI പ്രഖ്യാപിച്ചത്. എനിക്ക് മതിയായി. നിങ്ങൾ ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. എങ്ങനെ ജനങ്ങളെ ബാങ്കിൽ നിന്ന് അകത്താൻ പറ്റുമെന്നുള്ളത് നോക്കി. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. SBIയുടെ പിടിച്ചുപറിക്കൊള്ളയ്ക്കെതിരെ നാട്ടിലെങ്ങും സമരം നടക്കുമ്പോൾ കോൺഗ്രസ് നേതാവ് അണികളോട് സ്വന്തം നിലവാരം കാണിച്ചു. ബാങ്ക് ഉപരോധ സമരത്തിനൊടുവിൽ പോലീസ് പൊക്കുമെന്ന് കണ്ടപ്പോൾ DCC സെക്രട്ടറി മുഹമ്മദ് ഷിയാസ് മുങ്ങി. പിന്നെ കാറിൽ പൊങ്ങി.
ഭാവിയുള്ള കൊച്ചിയിലെ കോൺഗ്രസ്സുകാരനാണ്. ഈ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണ് ഇന്ന് കേരളം മുഴുവൻ, രാജ്യം മുഴുവൻ ഉയരുന്നത്. ആ പ്രതിഷേധത്തെ കാണാതെ വീണ്ടും 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 കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സമീപനങ്ങളാണ് ഇവിടെ നരേന്ദ്രമോദിയും കൂട്ടരും ചെയ്യുന്നത്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. നരേന്ദ്രമോദി മൂരാച്ചേ, നരേന്ദ്രമോദി മൂരാച്ചേ. ആളുന്ന തീയില് തിരിയെണ്ണ പാരണം, ആപത്തില്ലവനാന്റെ തടി നോക്കണം. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. ഹലോ, ദിവാനാണോ? അളിയ ശശിയാ, കുരുടാമന്നിൽ. നാളത്തെ പത്രത്തിലേക്ക് ഒരു ഹോട്ട് ന്യൂസ് പിടിച്ചോ. 30ഓളം പേർ മാരകമായ പരിക്കേറ്റ് ആശുപത്രിയിൽ. അളിയ നീ എവിടെ നിന്ന്? ആശുപത്രി നിന്നാണോ? ഞാനാ ആശുപത്രി നിന്നാ? അതങ്ങ് പള്ളി പറഞ്ഞാ മതി. ഞാൻ പബ്ലിക് ബൂത്തിൽ നിന്നാ. കുരുടാമണ്ണിൽ ശശിയും അവശ നിലയിൽ ആശുപത്രിയിലാണെന്നൊന്ന് ഫിറ്റ് ചെയ്തേര്. എന്റെ പൊളിറ്റിക്കൽ മൈലേജ് അല്പം കൂടത്തെ. സഖാവ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ഈ മാസം 1 വർഷം ആകും. ദിനദരികിടതോം കഴിഞ്ഞ ആഴ്ച മുതൽ ഇത് ഇരട്ട ചങ്കോത്സവമായി ആഘോഷിക്കുകയാണ്. പോയ വർഷം സർക്കാരിനെ ഏറ്റവും മോഹിപ്പിച്ച ഒരു സുന്ദരിയുടെ കഥാപ്രസംഗമാണ് ഈ ആഴ്ചയിലെ ഇരട്ട ചങ്കോത്സവത്തിലെ ഉള്ളത്. ആ സുന്ദരി തന്നെ അവളുടെ കഥ പറയുകയാണ്. സുഹൃത്തുക്കളെ, കഥ പറയുകയാണ്. കലാസ്നേഹികളെ, ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന സസ്പെൻസ് ത്രില്ലർ കഥാപ്രസംഗം പുതുക്കോട്ടയിലെ പുതുമണവാളൻ. നല്ല ബെസ്റ്റ് പേരല്ലേ? ആര് പറഞ്ഞാലും നേര് പറയണം. ഓരോന്നു തോന്നിയാൽ നന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം. എല്ലാരും മാവേലിമാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. കുറ്റമില്ലാത്തവരാരുണ്ട്, തെറ്റു ചെയ്യാത്തവരാരുണ്ട്, പത്തി നിൽക്കാത്തവരാരുണ്ട്, വെട്ടി വീഴാത്തവരാരുണ്ട്. നല്ലവരാര് കൊല്ലുവിൻ നേരെ, നിങ്ങളും ഞങ്ങളും കണ്ടത് കൈലാസം. പ്രിയമുള്ളവരെ, കലാസ്നേഹികളെ, ഇതൊരു പ്രണയ കഥയാണ്. ആ ഗ്രാമത്തിൽ രാജ്യതുല്യനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബാലശ്ശേരി തമ്പി. ആ ഗ്രാമത്തിലെ മറ്റൊരു പ്രമുഖ തറവാടാണ് പാലത്തറ. ആ 2 കുടുംബങ്ങളിലെയും ആളുകളുടെ ദുഃഖം അകറ്റിയത് ആ കുഞ്ഞാണ്. ആ രാജകുമാരിയുടെ ജന്മനാളാണെന്ന്, മാളികപ്പുരയിൽ ഉത്സവമാണെന്ന് നിങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുന്നു. ഒരു വല്ലം മുത്തും കൊണ്ടേ, ഒരു വെട്ടിപ്പൂവും കൊണ്ടേ, ഒരു കുമ്പിൽ തേനും കൊണ്ടേ വാ. താമര കുളിരിന് തങ്കനിലാവിന് താലമെന്നു പിറന്നാട് നാവേറും പാട്. അങ്ങനെ 2 കുടുംബങ്ങളും ആമോദത്തോടെ വസിച്ചിരുന്ന കാലത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു പേമാരി പോലെ, ഒരു വെള്ളരി പോലെ അവൻ വന്നു. അതാ അവൻ ആ ഗ്രാമത്തിൽ കാലുകുത്തി കഴിഞ്ഞു. ശ്രീ KM മാണി കൊടുക്കാത്തതുകൊണ്ടാണ് ഇത് തലകുത്തന സംഭവം മറിഞ്ഞു പോയത്. ആ പകലിന് മീതെ രാത്രിയുടെ തിരശ്ശീല വീണു. പുലർച്ചയ്ക്ക് കോഴി കൂകി. സീസറും സീസറുടെ ഭാര്യയും സംശയത്തിന് അതീതമായിരിക്കണം എന്ന കോടതി പരാമർശം വ്യക്തമാക്കുന്നത്. ചിലപ്പോൾ ഈ കോടതി വിധിയും ഒരു അലങ്കാരമായിട്ട് എടുത്ത് അദ്ദേഹം മന്ത്രിസ്ഥാനം തുടരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ KM മാണിക്ക് മന്ത്രിയായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. ബലിയല്ല എനിക്കു വേണ്ടത്, ബലിയല്ല കാതയേന്തും കൈകളിൽ വേണ്ടത് കരുണയാണൽ. ഞാൻ എൻ്റെ മന്ത്രിസ്ഥാനം ഇതിനാൽ രാജിവെക്കുന്നു. അത് കേട്ട് സൂര്യൻ ഉദിച്ചു. താമസിയാതെ ആ നാട്ടിൽ ഒരു വാർത്ത കാട്ടുതീ പോലെ പടർന്നു. രാഷ്ട്രീയത്തിൽ പലരെയും വിശ്വസിക്കാൻ കഴിയില്ല. അവരിങ്ങനെ നമ്മളെ
കെട്ടിപ്പിടിച്ച് പുണരുകയും അതേ സമയത്ത് കുതികാലം കൊണ്ട് ചവിട്ടുകയും ചെയ്യുന്നതാണ്. ആര് പറഞ്ഞാലും നേര് പറയണം. ഓരോന്നു തോന്നിയാൽ നന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. UDF-ന്റെ ആ ഇടയിൽ നിന്നും മാറി ഇപ്പുറത്തിരിക്കുന്നു എന്നുള്ളതാണ്. UDF-ന്റെ ഇടയിൽ അങ്ങോട്ട് തിങ്ങിയിരിക്കേണ്ട. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം. എല്ലാരും മാവേലിമാരല്ല. നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. ബഡ്ജറ്റ് അവതരിപ്പിക്കണമെങ്കിൽ മാണി മാറണം. മാണി സാറിനെ മാറ്റി വേറൊരാൾ അവതരിപ്പിക്കണമെന്ന് പ്രതിപക്ഷം പറഞ്ഞപ്പോൾ UDF ചങ്ക് കൊടുത്താണ് മാണി സാറിനെ കൊണ്ട് ആ നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. എന്ത് കാരണം കൊണ്ടാണ് മാണി സാർ UDF വിട്ടതെന്നറിയില്ല. വെള്ളപ്പട്ടുടയാട ചുറ്റി പുഞ്ചിരിയോടെ കൊഞ്ചി നിന്ന മേഘം, കതിരോൻ തന്റെ പതിരില്ലാത്ത സ്നേഹകിരണമാല്യങ്ങൾ ചൂടിച്ച മേഘം, വിട ചൊല്ലുവാൻ നേരം അവളും മറന്നുപോയി അഭയം കൊടുത്തോരു മാനം. സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു താല്പര്യം തോന്നും. അവരുമായിട്ടൊന്ന് സംസാരിക്കാൻ തോന്നും. കേരള കോൺഗ്രസിന് എല്ലാവർക്കും താല്പര്യമാണ്. ഞാനെന്താ ചെയ്യുന്നത്? കറക്കിടുമൊരു വണ്ടി, അതിലൊരു മിനുങ്ങുന്ന ഉടുപ്പണിഞ്ഞൊരു മിട്ടുമിട്ടുമിട്ടുകാൻ. ലേല മട്ടുപാവിൽ നിന്നും തന്റെ കാമുകനെ, തന്റെ എല്ലാമെല്ലാമായ തന്റെ രാജുമനെ കണ്ടു. ആര് കണ്ടാലും കൊതിക്കും വടിവൊത്ത കാരിരുമ്പു തോൽക്കുമാ പൊന്മേനി. അത്രയ്ക്ക് സുന്ദരനവൻ. കോരിത്തരിപ്പിക്കും ആ കണ്ണുകൾ തൻ ബാണമേറ്റു പിടയാത്തതേതുണ്ട് ഭൂമിയിൽ പാറ പോലും. അത്രയ്ക്ക് മനോഹരനവൻ. നൈസ രാജ്കുമാരൻ അന്തപ്പുരവാതിൽ കടന്ന് ലൈലയുടെ അടുത്തെത്തി. അവൻ വിളിച്ചു, ലൈല. മാനം മറന്ന മേഘം, അഥവാ മേഘം മറന്ന മാനം, അഥവാ മാനം മറന്ന മേഘം. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം എല്ലാ ധാരണയ്ക്കും എതിരായി നാടകീയമായി നടത്തിയ കാലുമാറ്റം ഏറ്റവും നിർഭാഗ്യകരമായ സംഭവമായി. ഇവിടെ നിന്നും ഒരു കൊടും ചതിയുടെ കഥ വെളിപ്പെടുകയാണ്. ഈ വഞ്ചനയോട് ഒരിക്കലും പൊരുത്തപ്പെടുന്ന പ്രശ്നമേ ഇല്ല. ഒരു കടുത്ത വഞ്ചനയായിട്ടേ കാണാൻ സാധിക്കും. അദ്ദേഹം കാണിച്ച ഈ കൊടിയ രാഷ്ട്രീയ വഞ്ചന, ഞങ്ങൾ ആവർത്തിക്കുന്നു, രാഷ്ട്രീയ വഞ്ചന. അതെ, മാടശ്ശേരി തമ്പിയെ ചതിച്ചതാര്? പിള്ളയാണോ? അല്ല. കൊച്ചുതമ്പിയാണോ? അല്ല. പാലുണ്ണിയാണോ? അല്ല. ശ്രീധരുണ്ണിയാണോ? അല്ല. പിന്നെ ആര്? പിന്നെ ആര്? എൻ്റെ അഭിപ്രായത്തിൽ ഇത് ശ്രീ ജോസ് കെ മാണിയാണ് ഈ വഞ്ചനയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. അച്ഛൻ കുട്ടിയെ കുത്തു മാറിക്കൊണ്ടതാണ് എന്റെ മുത്തേ. അച്ഛൻ തെറ്റുപറ്റി പോലെ. ഇത് അപമാനിക്കപ്പെട്ടാൽ കേരള കോൺഗ്രസ് പാർട്ടി മിണ്ടാതിരിക്കുവോ? അന്തരാസ് കൂന്തരാസ് തള്ളെ കലിപ്പ് തീരണില്ലല്ലേ? അവർ UDF-ലേക്ക് മടങ്ങി വരാനുള്ള വാതിലുകൾ അവർ തന്നെ അടച്ചു എന്ന് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞല്ലോ. അത് തന്നെ ആണ് എൻ്റെ അഭിപ്രായം. ഈ മുന്നിൽ അവർ വേണ്ട. NDAയുടെ നയപരിപാടികളും നിലപാടുകളും വീക്ഷണവും ആശയാദർശങ്ങളും വളരെ വ്യക്തമാണ്. അതിനോട് യോജിക്കാൻ ഈ വരുന്നു എന്ന് പറയുന്ന കക്ഷികൾ അത് അവർക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നിലപാട് അവർ വ്യക്തമാക്കണം ആദ്യം. ചിരിക്കും അടുക്കും അകലും, ചിരിക്കും കരയും അടുക്കും അകലും കരുക്കളി നമ്മളല്ലേ. കാണികൾ കളിക്കാർ നമ്മളല്ലേ. ആ ഈ കഥ പറയാൻ അവസരം ഉണ്ടാക്കുന്ന സാറിനും കുടുംബാംഗങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.